നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണെന്നറിയോ? യെസ്, കോയമ്പത്തൂരുള്ള ഇഷ യോഗ ടെമ്പിളിലേക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ടാണെന്നറിയില്ല, ഇറ്റ്സ് അമേസിങ്. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായിട്ട് വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിൽ ഏതാണ്ട് 2 വർഷവും 8 മാസവും എടുത്താണ് 112 അടി ഉയരമുള്ള ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാം? ഇത് മുഴുവനായിട്ടും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോക്കിയേ, എന്ത് രസാലേ കാണാൻ. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഇതിന് പുറകിലുള്ള യോഗ സെൻ്ററാണ്. ഈ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് എന്ന് പറയില്ലേ, അതുപോലൊരു സ്ഥലം. ഭയങ്കര നീറ്റായിട്ട് ചിട്ടവട്ടങ്ങളോട് കൂടി ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം. ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആയിരിക്കില്ലേ, അതുപോലൊരു സ്ഥലം. പക്ഷേ അവിടെ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് അധികം ഫോട്ടോസ് ഒന്നും അതിനകത്ത് കയറി എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അതിനകത്ത് കയറുമ്പോൾ തന്നെ പുറത്ത് ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ നമ്മുടെ പേഴ്സ്, ബാഗ് ആൻഡ് ചെരുപ്പ്, മൊബൈൽ ഇതെല്ലാം നമ്മളവിടെ വെച്ചിട്ട് വേണം പോകാൻ. അതുകൊണ്ട് എന്താ, കാഴ്ചകളെല്ലാം കാണാനും പറ്റി, പൂർണ്ണമായിട്ടും ആസ്വദിക്കാനും പറ്റി. പിന്നെ കുറച്ച് ഞങ്ങളുടെ പ്രകസനമായിരുന്നു, ചുമ്മാ പറഞ്ഞത് കേട്ടോ. അതിപ്പോൾ നാട്ടു നടപ്പാകുമ്പോൾ നമ്മൾ എന്താ ഒരു സ്ഥലത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കില്ലേ, അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ഏട്ടൻ സത്യം ചെയ് എന്നോട്, എൻ്റെ പോക്കറ്റൊന്നും ഇരിക്കില്ലല്ലോ. ഞാൻ ഇല്ല, ഇരിക്കില്ല. ചുമ്മാ പറഞ്ഞതാ, ഇതൊന്നുമല്ല. ചുമ്മാ കുറച്ച് 4-5 ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. എന്തിനാണെന്നല്ലേ? ഈവനിങ് ഷോ. ഈവനിങ് ഷോ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഷോ ഉണ്ട് ഈവനിങ്ങിൽ. രാത്രി ഒരു 7:30 ഷോ സ്റ്റാർട്ട് ചെയ്യും. ആ 7:30 വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, ആ ടൈം എത്തി. 7:30 ആയി. എൻ്റെ ദൈവമേ, ലൈറ്റ് ഓൺ ചെയ്തു. എന്ത് രസമാണ് കാണാൻ. നമ്മുടെ ചുറ്റുമുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഭഗവാന്റെ ആ പ്രതിമയിൽ മാത്രം ലൈറ്റ്. ഫസ്റ്റ് ലൈറ്റ് ഓൺ ആവുന്നത് ഭഗവാന്റെ നെറ്റിന്മേലുള്ള ആ മൂണിലാണ്, ആ ചന്ദ്രനിലാണ് കേട്ടോ. മാത്രമല്ല, ഇതിന് പുറമെ ഇതിന് പുറകിൽ ഫുൾ BGM സോങ്, നമ്മുടെ ചുറ്റും വലിയ വലിയ ബോക്സിൽ പാട്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണ്, നമുക്ക് ഈ രോമാഞ്ചം വരുമെന്ന് പറയില്ലേ, അത് തന്നെയായിരുന്നു സംഭവം. അങ്ങനെ ഞങ്ങൾ ആ ഷോ എല്ലാം മുഴുവനായും ഇരുന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇനിയും ഇവിടം കാണാത്തവർ പോയി കാണുക, ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നവർ വീണ്ടും പോയി കാണുക. മസ്റ്റ് വിസിറ്റ് എന്ന് പറയില്ലേ, അതുപോലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മൈ ഷോർട്ട് വ്ലോഗ്. ഐ വിൽ ഡെഫിനറ്റ്ലി ബി ബാക്ക്. ബൈ.